പലരും എന്ത് ചെയ്യും, ഇവിടെ കാലൊക്കെ താത്ത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, സീറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഈ ഓടിക്കുന്ന സമയത്തോ, നിങ്ങൾ പ്രത്യേകിച്ച് നമുക്ക് പതിയെ എടുക്കേണ്ട ഒരു സമയമാണ്, ഈ സാഹചര്യങ്ങളാണ് ഈ എച്ച് എന്ന് പറയുമ്പോൾ. ഒരിക്കലും നമ്മൾ മുന്നോട്ട് ഓടിക്കുന്ന ഒരു സംഭവമല്ല. നമസ്കാരം, ഞാൻ നിങ്ങളുടെ ജോ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് എച്ച് എടുക്കുന്ന സമയത്ത് മിറർ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടതിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. പലരും എന്നോട് ചോദിച്ചു, എച്ച് എടുക്കുന്ന സമയത്ത് മിറർ കറക്റ്റ് അഡ്ജസ്റ്റബിൾ അല്ലാത്തത് കൊണ്ട് കുറ്റി തട്ടിക്കളയുന്നു. അപ്പോൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് നമ്മൾ സീറ്റിലിരുന്നു കൊണ്ട് കുറ്റി കാണത്തക്ക പോലെ മിറർ അഡ്ജസ്റ്റ് വയ്ക്കേണ്ടത് എന്നതിനെ പറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്ത് മുന്നേ കാണാൻ ശ്രമിക്കുക. അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു, മറ്റുള്ളവർക്ക് ഇത് ഉപകാരപ്രദമാണ് എന്ന് കണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഒട്ടും നേരങ്ങളെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതായത് എച്ച് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ നമ്പർ, നിങ്ങളുടെ പേരെ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ ചാടി ഓടി കയറി ഇരുന്നിട്ട് എന്ത് ചെയ്യും, നിങ്ങൾ ആദ്യം ആനന്ന് കയറി ഇരുന്നിട്ട് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് മുമ്പോട്ട് എടുക്കാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അതാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഫെയിലാകാൻ പോകാനുള്ള കാരണം ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു വാഹനം എടുക്കുന്നതിന് മുമ്പ് എന്തൊക്കെ ചെയ്യണമെന്നതിനെ പറ്റി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ എച്ചിനെ പറ്റി പറയേണ്ടതായതുകൊണ്ട് ഞാനന്ന് തൊട്ട് പോകാം. അതായത് നമ്മളൊരു വാഹനത്തിൽ കയറിയിരിക്കുന്ന സമയത്ത് കാരണം പലരും നീളമുള്ളവരും നീളം കുറഞ്ഞ ആൾക്കാരും, കാരണം പലർക്കും സൈസ് പലതാണ് സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെന്റ്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ആദ്യം നിങ്ങളൊരു വാഹനത്തിൽ കയറി ഇരുന്നിട്ട് നിങ്ങൾ സീറ്റൊക്കെ ആദ്യം അഡ്ജസ്റ്റ് ചെയ്യണം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രയാസം. കാരണം ചിലപ്പം നിങ്ങൾക്ക് നീളം കുറഞ്ഞ ഒരാളായിരിക്കാം, അപ്പം നിങ്ങളുടെ മുമ്പിൽ ചെയ്ത ഒരാൾ നീളമുള്ള ഒരാളായിരിക്കും. അപ്പോൾ ആ ആളിൻ്റെ അനുസരിച്ചല്ല നിങ്ങളുടെ സീറ്റും കാര്യങ്ങളെല്ലാം വരുന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആദ്യം സീറ്റ് കയറി ഇരുന്നിട്ട് നിങ്ങൾ ആദ്യം ബ്രേക്ക് ചവിട്ടുക. അതിനുശേഷം സ്റ്റിയറിംഗ് പിടിച്ച് സീറ്റൊക്കെ ക്ലിയർ ചെയ്യുക. അതായത് നിങ്ങൾ മേലോട്ടൊന്ന് പിടിച്ചുകൊണ്ട് നിങ്ങൾ സീറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. കാരണം പലരും എന്ത് ചെയ്യും, ഇവിടെ കാലൊക്കെ താത്ത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, സീറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഈ ഓടിക്കുന്ന സമയത്തോ, നിങ്ങൾ പ്രത്യേകിച്ച് നമുക്ക് പതിയെ എടുക്കേണ്ട ഒരു സമയമാണ് ഈ സാഹചര്യങ്ങളാണ് ഈ എച്ച് എന്ന് പറയുമ്പോൾ. ഒരിക്കലും നമ്മൾ മുന്നോട്ട് ഓടിക്കുന്ന ഒരു സംഭവമല്ല. കാരണം ആക്സിലേറ്റർ കൊടുത്ത് ഓടിക്കുന്നില്ല, ക്ലച്ചെന്ന് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം കറക്റ്റായിട്ട്. പക്ഷേ പലരും ഇങ്ങനെയൊക്കെ ഇരുന്ന് ഓടിക്കും. അപ്പോൾ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, എത്തുന്നില്ല. അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും, ക്ലച്ചെന്നൊക്കെ കാലിടുന്നത് മറ്റേ ഓഫായി പോവും. ഇരിക്കുന്നിടത്ത് നിന്ന് കറക്റ്റായിട്ട് നമുക്ക് കറക്റ്റ് കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ടൊക്കെയാണ് കൂടുതൽ ഒന്നീ വണ്ടി ഓഫായി പോകുന്നതും അല്ലെങ്കിൽ മിറർ കറക്റ്റായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റാത്തതും ഒക്കെ പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആദ്യം സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ആദ്യം ബ്രേക്ക് കാല് വെച്ചുകൊണ്ട് നിങ്ങൾ സ്റ്റിയറിംഗ് പിടിച്ച് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാരിൻ്റെ ഇവിടെ നിങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് ചാരും അതുപോലെ തന്നെ നമുക്ക് കറക്റ്റ് ആക്കി വെക്കാം. നടുവിന് വേനൊന്നും എടുക്കാതെ കറക്റ്റായിട്ട് ചാരാക്കി വെക്കാം. ഇതിന് ശേഷം എന്ത് ചെയ്യാവും, ഈ ഇരിക്കുന്ന ഇരിപ്പിനനുസരിച്ച് നിങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാവും. ക്ലച്ച് ചവിട്ടി ന്യൂട്രാണോ എന്ന് നോക്കി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യണം, നിങ്ങൾ മിറർ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അല്ലാതെ പലരും എന്ത് ചെയ്യും, വണ്ടിയിലോട്ട് കയറി ഇരിക്കുമ്പോഴേ ആദ്യമേ സീറ്റ് ബെൽറ്റ് അങ്ങിടും, പിന്നെ മിറർ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ വരുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, പ്രയാസമായിട്ട് വരുന്നത്. വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമൊക്കെ നിങ്ങൾ ഈ സീറ്റിലൊക്കെ പിടിക്കാൻ പോകുന്നത്. കാരണം അപ്പോഴത്തേന് ക്ലച്ച് നിന്ന് കാല് പെട്ടെന്നായി പോകും. അങ്ങനെ വരുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരു മിറർ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റാതെ വരുന്നത്. ഇതിന് ശേഷം മാത്രം വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ, മിറർ അഡ്ജസ്റ്റ് ചെയ്യാവൂ. മിറർ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യാവൂ, മിറർ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്താക്കാം. കാരണം ആ ഒരു മിററിൻ്റെ നമ്മളൊരു കാൽ ഭാഗം നമ്മൾ എന്ത് ചെയ്തു, ബോഡി കാണത്തക്ക പോലെ, മുക്കാൽ ഭാഗം വ്യൂ കാണത്തക്ക പോലെ വേണം വയ്ക്കാൻ. പലരും എന്ത് ചെയ്യും, ഈ ഒരു രീതിയിലൊക്കെ കൊണ്ടുവെക്കും. ഈ ഒരു രീതി കൊണ്ടുവന്ന് വെച്ചിട്ട് എന്ത് ചെയ്യും, സീറ്റ് എഴുന്നേറ്റിരുന്ന് നോക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് നമുക്ക് കറക്റ്റായിട്ട് ആ കുറ്റി കാണാതെ വരുന്നതും പ്രയാസമായിട്ട് തോന്നുന്നതൊക്കെ. ഒരു കാരണവശാലും ഇങ്ങനെയൊന്നും വെച്ച് കളയരുത്. അതുപോലെ തന്നെ ചിലരുണ്ട് ഇങ്ങനെയൊക്കെ വെച്ച് കളയും, താത്ത് വെച്ച് കളയും. അതുപോലെ തന്നെ ചിലരുണ്ട് ഇങ്ങനെ പൊക്കി വെച്ച് കളയും. ഇങ്ങനെ വരുന്നതുകൊണ്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് കറക്റ്റായിട്ട് കിട്ടാത്തത്. ഇത് രണ്ടും ഒരേ രീതിയിലായിരിക്കണം. കാരണം നമുക്ക് കാൽ ഭാഗം ബോഡി കാണത്തക്ക പോലെ, മുക്കാൽ ഭാഗം വ്യൂ കാണത്തക്ക പോലെ, അതുപോലെ തന്നെ ബോഡിയുടെ പകുതി കൊണ്ടും അതുപോലെ ഗ്ലാസിന്റെ പകുതി കൊണ്ടും എന്ത് ചെയ്യണം, ഈ ഗ്ലാസിന്റെ പകുതി കൊണ്ടും നിങ്ങൾ കറക്റ്റ് സെൻട്രലായിട്ട് വെക്കണം. ഇങ്ങനെ വെച്ച് കളയരുത്. കാരണം ഈ ഒരു ഇത് നമ്മൾ ബോഡി മാത്രമാണ് മുക്കാലും കാണുന്നത്. കാരണം ഇങ്ങനെ വെച്ച് കളയരുത്. അതുകൊണ്ട് ഈ ഒരു രീതിയിലായിരിക്കണം. കാരണം ഈ ഒരു ഗ്ലാസിന്റെ പകുതിയും അതുപോലെ തന്നെ ബോഡിയുടെ പകുതിയും വെച്ചുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ, വേറെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. എന്നാൽ ഇത് കണ്ട ഈ ഒരു രീതിയിൽ വേണം കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള വ്യൂ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഈ റൈറ്റ് സൈഡിൽ അതുപോലെ തന്നെ ആയിരിക്കണം. ഇങ്ങനെയൊന്നും വെച്ച് കളയരുത്. അതുപോലെ തന്നെ ഇങ്ങനെ വെച്ച് കളയരുത്. കറക്റ്റായിട്ട് കാൽ ഭാഗം അതുപോലെ തന്നെ മുക്കാൽ ഭാഗം വ്യൂവും വെച്ച് കറക്റ്റായിട്ട് ആ ഒരു രീതി വെച്ചാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമുക്ക് കറക്റ്റായിട്ട് വ്യൂ കിട്ടത്തുള്ളൂ. കറക്റ്റ്. അപ്പോൾ ഇതെങ്ങനെ വെക്കേണ്ടതെന്ന് ചോദിച്ചാൽ പലരും എന്ത് ചെയ്യും, അതായത് മിറർ അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പലരും എന്ത് ചെയ്യുമെന്ന് അറിയാമോ, ഇതുപോലുള്ള ഇതായിരിക്കും, ക്ലിപ്പായിരിക്കും ഓരോ വാഹനത്തിനും ഇതുപോലെയുള്ളതായിരിക്കും. ചില വണ്ടിക്ക് മാത്രമുള്ള ഈ നമുക്ക് ഓട്ടോ അഡ്ജസ്റ്റ്മെന്റ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനത്തിന് എന്ത് ചെയ്യും, പലരും എഴുന്നേറ്റ് ഇങ്ങനെ സീറ്റാന്ന് ഇങ്ങനെ എഴുന്നേറ്റിരിക്കും. ഇങ്ങനെ എഴുന്നേറ്റിരുന്നിട്ട് എന്ത് ചെയ്യും, ഈ മിറർ അഡ്ജസ്റ്റ് ചെയ്യും. ഈ മിറർ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് കറക്റ്റ് ആണെന്ന് വെച്ചിട്ട് വന്നിട്ട് എന്ത് ചെയ്യും, വണ്ടി എടുക്കുന്ന സമയത്ത് ഈ വണ്ടി സീറ്റ് ചാരി ഇരുന്ന് നോക്കുമ്പോൾ എന്ത് ചെയ്യും, മിറർ വേറെ എവിടെയെങ്കിലും ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ ആ സീറ്റിൽ ഇരുന്ന് നോക്കണം കറക്റ്റ് ആണോ. അല്ല,
വീണ്ടും എന്ത് ചെയ്യണം, ഇതുപോലത്തെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ കറക്റ്റ് അഡ്ജസ്റ്റുകളൊക്കെ ഇടിച്ചിട്ട് വീണ്ടും സീറ്റേ പോയി നോക്കണം കറക്റ്റാണോ, കാൽ ഭാഗവും മുക്കാൽ ഭാഗമായിട്ടാണോ, അതുപോലെ തന്നെ സെൻറ്ററും അതുപോലെ സെൻറ്റർ മാത്രമാണോ ഇരിക്കേണ്ടത്, ഗ്ലാസ് മിറർ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ നോക്കണം. ഇപ്പോൾ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്താ ചെയ്യുക കറക്റ്റായിട്ട് അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ വീണ്ടും ആ സീറ്റ് വന്ന് ചാരി ചെയ്തിട്ട് കറക്റ്റായിട്ട് ആണോന്നോ നോക്കിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ, സ്റ്റാർട്ട് ചെയ്യാവൂ. ആ സ്റ്റാർട്ട് ചെയ്ത് ഈ രണ്ട് സൈഡിലെ മിറർ അതുപോലെ തന്നെ എന്ത് ചെയ്യണം, രണ്ട് സൈഡിൽ അതേപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ നോക്കണം. ചാരി ഇരുന്ന് തന്നെ നോക്കണം. കാരണം ഇങ്ങനെ നോക്കി വെച്ചിട്ട് നിങ്ങൾ എടുക്കാൻ നിൽക്കരുത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ബാക്കിലുള്ള വ്യൂ കറക്റ്റായിട്ട് കാണാൻ പറ്റാതെ വരുന്നത്. അപ്പോൾ ഞാനൊന്ന് എടുത്ത് കാണിച്ചു തരാം. അത് കറക്റ്റായിട്ട് ഗ്ലാസ് വെച്ചതിന് ശേഷം ഒന്ന് എടുത്ത് കാണിച്ചു തരാം. എനിക്ക് കറക്റ്റായിട്ട് ഞാൻ ലെഫ്റ്റ് സൈഡിലെ മിററും അതുപോലെ തന്നെ റൈറ്റ് സൈഡിലെ മിററും കറക്റ്റാക്കി വെച്ചു. അപ്പോൾ നമുക്ക് ഈ ഇതേ രീതി കറക്റ്റായിട്ടാക്കി വെച്ചാൽ നമുക്ക് കറക്റ്റ് ആ കുറ്റികൾ കറക്റ്റായിട്ട് കാണത്തുള്ളൂ. നമ്മളിപ്പം ആദ്യം നമ്മൾ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ആദ്യം റൈറ്റ് സൈഡ് നോക്കിയാണ് നമ്മൾ ബാക്കിലോട്ട് വരുന്നത്. നമ്മൾ റൈറ്റിലോട്ടാണ് നമുക്ക് ടേൺ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ റൈറ്റ് സൈഡിലെ മിറർ നോക്കി ബാക്കിലോട്ട് വരുന്നത്. നമ്മൾ റൈറ്റിലോട്ടായതുകൊണ്ട് നമ്മൾ ബാക്കിലോട്ട് വരുന്നതോറും നമ്മൾ റൈറ്റ് സൈഡ് ചേർന്ന് തന്നെ എന്ത് ചെയ്തു, ആ റൈറ്റ് സൈഡ് ചേർത്ത് തന്നെ നമ്മൾ അങ്ങോട്ട് വരിക. അപ്പോൾ അവിടെ ഗ്യാപ്പ് വരുന്നതനുസരിച്ച് അവിടെ തന്നെ അങ്ങോട്ട് തന്നെ സ്വല്പം അവിടെ ആ മൂല വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കുറേശ്ശെ റൈറ്റോട് തന്നെ ചേർത്ത് കൊടുത്ത് സ്റ്റിയറിങ് നമ്മൾ ഓടിച്ചു കൊടുക്കുക. അപ്പോൾ കയറി അവിടെ വൈഡായിട്ട് അപ്പോൾ നമുക്ക് അവിടെ വരുന്നതിനനുസരിച്ച് അവിടെ ഗ്യാപ്പ് കൂടുതൽ വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്തു, നമുക്ക് എന്തായാലും റൈറ്റോട്ടാണ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്തു, നമ്മൾ റൈറ്റിലോട്ട് അപ്പോൾ ആ മൂല എത്തി. അപ്പോൾ കൂടുതൽ ഗ്യാപ്പ് വരുമ്പോൾ നമ്മൾ ആ മൂല എത്താറായി എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഓടിച്ചു കൊടുക്കുക. അങ്ങോട്ട് ഓടിച്ച് കഴിയുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ അകത്തോട് തന്നെ കറക്റ്റ് അങ്ങോട്ട് കയറി. ഇപ്പം എന്ത് ചെയ്തു, ആ മൂല വന്നപ്പോൾ ഫുൾ ഒടിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് കയറ്റി വിടുന്നു. അപ്പോൾ എന്തായാലും ഈ റൈറ്റ് സൈഡിലെ ബാക്കിലെ വീൽ എന്തായാലും ആ കുറ്റിയെ മുട്ടത്തില്ല. അപ്പോൾ അങ്ങനെ കയറി ഈ ഒരു വണ്ടി രണ്ട് കണ്ണത്തിൻ്റെ പപ്പാതി ആയി കഴിയുന്നുണ്ട്. അതായത് ബാക്കിലെ വീല് കയറി വണ്ടി സെൻട്രലായി കഴിയുന്നുണ്ട്. നമ്മൾ നേരെ ലെഫ്റ്റ് സൈഡിലെ മിററിലോട്ട് പോകുന്നു. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലെ മിററിലോട്ട് നോക്കുമ്പോൾ രണ്ട് കുറ്റിയുടെ സെൻട്രലായിരിക്കും വണ്ടി കിടക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കുറ്റിയുടെ സെൻറ്ററിൽ കിടന്നിട്ട് ഇപ്പം നമ്മൾ ഫുള്ള് റൈറ്റ് ഒടിഞ്ഞ് കിടക്കുകയാണ് വണ്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഇപ്പോൾ നോക്കുമ്പോൾ ഒരു കുറ്റിയും കാണത്തില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ഒടിവിന് തന്നെ എന്ത് ചെയ്യണം, നമ്മൾ ഇതേ രീതിയിൽ തന്നെ ബാക്കിലോട്ട് തന്നെ വണ്ടി റിവേഴ്സ് എടുത്ത് വിടുക. അപ്പോൾ ഞാൻ ആ ക്ലച്ചിനെ പറ്റിയൊക്കെ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ക്ലച്ച് ഈ ഒരു പരുവത്തിനൊക്കെ എടുക്കുന്ന സമയത്ത് ക്ലച്ച് എന്നൊക്കെ എത്രയാണ് എടുക്കേണ്ടതെന്നൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുക, അതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കുക. നിങ്ങളപ്പോൾ അതുകൂടെ നിങ്ങൾ കയറി കാണാം എങ്ങനെയാണ് ക്ലച്ച് എന്ന് കറക്റ്റായിട്ട് കാലെടുക്കേണ്ടതെന്ന് ഞാൻ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇങ്ങനെ കയറി ഇങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞ് ഈ ഒരു ഒടിവിനെ തന്നെ കയറി വരുമ്പോൾ എന്ത് ചെയ്യും, ആ ലെഫ്റ്റ് സൈഡിലെ ആ ഒരു തൂണ്, ലെഫ്റ്റ് സൈഡിലെ ആ മൂലക്കത്തെ തൂണ് നമുക്ക് കാണാം. ആ കുറ്റി കാണുമ്പോൾ എന്ത് ചെയ്യാം, അവിടെ വെച്ച് നമ്മൾ ആ സ്റ്റിയറിംഗ് നൂർക്കുക. കാരണം ചില വണ്ടിക്ക് 1.25 ഉള്ളതുകൊണ്ട്, ചില വണ്ടിക്ക് 2 ഉണ്ട്, ചില വണ്ടിക്ക് 1.5 ഉള്ളു. അതായത് ചില വണ്ടി നമുക്ക് ഇങ്ങനെ അറ്റത്തുനിന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡ് വന്ന ഫുൾ ഒടിച്ച് കഴിയുമ്പോഴത്തേന് 4 തിരിവുണ്ട്. അപ്പം അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 2 ആണ്. അപ്പോൾ നിങ്ങൾ ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ കേൾക്കാം 2 തിരിക്കുക 1.5 തിരി എന്നൊക്കെ പറയുന്നത് കേൾക്കാം. അപ്പോൾ അതിൻ്റെ നിങ്ങളുടെ വണ്ടിയുടെ എത്രയാണെന്ന് നിങ്ങൾ നോക്കുക. അപ്പോൾ അതിൻ്റെ പകുതി എടുക്കുക. അപ്പം നമുക്ക് ഈ ഒരു ഗ്യാപ്പ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇപ്പോൾ ഈ ഒരു ഗ്യാപ്പ് നമുക്ക് മതിയെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇവിടുന്ന് നമ്മൾ സ്ട്രൈറ്റ് ആക്കി കഴിഞ്ഞാൽ വീൽ സ്ട്രൈറ്റ് ആക്കി കഴിഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പിൽ തന്നെ നമ്മൾ അങ്ങനെ മൂല വരെ ചെല്ലും. നമുക്ക് അതല്ല സ്വല്പം കൂടെ ഗ്യാപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ബാക്കിലോട്ട് കുറച്ചുകൂടെ ഇറക്കി വിടുക. കുറച്ചുകൂടെ ഇറക്കണം. ഈ ഒരു ഗ്യാപ്പ് മതിയെന്നുണ്ടെങ്കിൽ ആ 2 തിരിച്ച് നേരെ ബാക്കിലോട്ട് തന്നെ ഇറക്കി വിട്ട് ആ മൂലയോട്ട് വരുന്നതിനനുസരിച്ച് മാത്രമേ കുറേശ്ശെ തിരിക്കുക. അപ്പോൾ ആ മൂല എടുത്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്യണം, ലെഫ്റ്റ് ഫുൾ ഒടിഞ്ഞിരിക്കണം. എന്നാലേ കറക്റ്റായിട്ട് ആ ഒരു കണ്ണത്തിൻ്റെ സെൻറ്ററിലാണ് കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കയറി പോകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ആ കണ്ണത്തിൽ നിന്ന് കയറി കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു അറ്റത്തായി കഴിയുമ്പോഴത്തേനും എന്ത് ചെയ്യരുത്, നമ്മൾ അങ്ങേ അറ്റത്ത് ലാസ്റ്റിലത് തൂണി ഇവിടെ ഈ അറ്റത്തായി കഴിയുമ്പോൾ തന്നെ വണ്ടിയുടെ വീല് നിവർത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വണ്ടി ക്രോസ് ആയിട്ട് പോകും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ആ അറ്റത്തുനിന്ന് ഒരു 1/4 ഭാഗം ആ തൂണ് കാണുമ്പോൾ കറക്റ്റായിട്ട് നിർത്തിയാൽ എന്ത് ചെയ്യത്തുള്ളൂ, ഈ ഒരു ഗ്യാപ്പും അതുപോലെ തന്നെ റൈറ്റ് സൈഡിലും അതേ ഒരു ഗ്യാപ്പ്, എന്നാൽ മാത്രമേ വണ്ടി കറക്റ്റായിട്ട് സെൻട്രൽ നിർത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ 1/4 ഭാഗമായി കഴിയുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ അത്ര വണ്ടിയുടെ വീൽ എത്രയാണോ അത്ര നിവർത്തി കഴിയുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ നേരെ ആക്കിക്കൊണ്ട് നേരെ ബാക്കിലോട്ട് തന്നെ പോവാം. ഫ്രണ്ടിലോട്ട് വന്ന വണ്ടി നമ്മൾ ഇനി നമുക്ക് ലെഫ്റ്റിലോട്ടാണ് നമുക്ക് ഓടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് മിറർ നോക്കണം, ലെഫ്റ്റിലെ മിറർ നോക്കണം. ലെഫ്റ്റ് സൈഡിലെ മിറർ നോക്കിയാണ് നമ്മൾ ബാക്കിലോട്ട് പോകേണ്ടത്. അപ്പോൾ നമുക്ക് ആ ബാക്കിലെ കുറ്റി അനുസരിച്ച് നമ്മൾ ആ ഒരു ഗ്യാപ്പിനനുസരിച്ച് നമ്മൾ നേരെ തന്നെ പോകുന്നു. അപ്പോൾ അവിടെ നമുക്ക് ഗ്യാപ്പ് കൂടുതലാണ്. ഇവിടെ നമുക്ക് ഒരേ രീതി ഗ്യാപ്പാണ്. ഇപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ കണ്ടോ, അവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ടാണ് അതിൻ്റെ ഒടിവ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ലെഫ്റ്റ് സൈഡിലോട്ട് തന്നെ തിരിച്ചു കൊടുക്കുക. ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഒടിച്ചൊടിച്ച് കൊടുക്കുക. അപ്പോൾ ആ മൂല വരുമ്പോഴത്തേന് ഫുള്ള് ഒടിഞ്ഞാലേ കറക്റ്റായിട്ട് നമുക്ക് ആ സർക്കിൾ രീതിയിൽ തന്നെ ആ തൂണെ മുട്ടാതെ നമുക്ക് ഒടിഞ്ഞു പോവുള്ളൂ. ഇങ്ങനെ ഒടിഞ്ഞു പോയി
ഇങ്ങനെ കയറി വന്ന് കഴിയുമ്പോൾ തന്നെ അതായത് വണ്ടിയുടെ വീല് അത് കഴിഞ്ഞു, നമുക്ക് ആ ബാക്കിലെ വീല് കഴിഞ്ഞു അത് മുട്ടത്തില്ലെന്ന് കണ്ടു കഴിയുമ്പോഴത്തേനും എന്ത് ചെയ്യണം, നമ്മുടെ കണ്ണ് നേരെ എന്ത് ചെയ്യണം, റൈറ്റ് സൈഡിലെ മിററിലോട്ട് വരിക. കാരണം നമുക്ക് ഇനി റൈറ്റിലോട്ട് വേണം ടേൺ ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ക്രോസ് ആയിട്ട് കിടക്കുകയുള്ളൂ. അപ്പോൾ ആ സമയത്ത് നോക്കുമ്പോൾ നമുക്ക് 2 കുറ്റി മൂല കാണുകയില്ല. അപ്പോൾ ആ ഒരു ഒടിവിന് തന്നെ, അതായത് ലെഫ്റ്റിലെ ഒടിവിന് തന്നെ ബാക്കിലോട്ട് തന്നെ വീണ്ടും ഇറക്കി വിടുക. ഇങ്ങനെ ബാക്കിലോട്ട് ഇറക്കി വിടുമ്പോൾ നമുക്ക് ആ റൈറ്റ് സൈഡിൽ ആ മൂല കാണാൻ പറ്റും. അങ്ങനെ ആ മൂല കണ്ട് കഴിയുമ്പോഴെന്ത് ചെയ്യാവും, നമ്മൾ സ്ട്രെയിറ്റ് ആക്കുക, വീൽ സ്ട്രെയിറ്റ് ആക്കിക്കൊണ്ട് ആ ഒരു ഗ്യാപ്പിന് തന്നെ നമ്മൾ നേരെ ബാക്കിലോട്ട് പോവുക. അപ്പോൾ കയറി വരുന്നതിനനുസരിച്ച് നമുക്ക് എന്തായാലും റൈറ്റിലോട്ടാണ് പോകേണ്ടത്. അപ്പോൾ കുറേശ്ശെ മാത്രമായിട്ട് നിങ്ങൾ വണ്ടി അനങ്ങാതെ ഒരു കാരണവശാലും നിങ്ങൾ സ്റ്റിയറിംഗ് ഒരുപാട് നിങ്ങൾ തിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ ആ കുറ്റി കൂടുതൽ തട്ടിക്കളയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കുറേശ്ശെ വണ്ടിയുടെ സ്പീഡ് ആദ്യം ശ്രദ്ധിച്ചുകൊണ്ട് ആ കുറേശ്ശെ മാത്രമായിട്ട് തിരിക്കുക. മൂല വരുമ്പോൾ മാത്രം എന്ത് ചെയ്യുക, ഫുൾ ഒടിയുക. ഫുൾ ഒടിഞ്ഞ് കഴിയുമ്പോൾ എന്ത് ചെയ്യുക, ഇനിയിപ്പോൾ ഇനി കാണേണ്ടത് നമുക്ക് ബാക്കിലെ ലാസ്റ്റ് കമ്പിയാണ്. പിന്നെ അപ്പോൾ അവിടെ വെച്ച് കാണുമ്പോഴേ നമ്മൾ നിവർത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വണ്ടി ക്രോസ് ആയിട്ട് പോകും. അപ്പോൾ നമുക്ക് അതിനൊരു 1/4 ഭാഗം കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കൊരു 1/4 ഭാഗമായിട്ടുണ്ട്. അപ്പം ആ 1/4 ഭാഗമായി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ നിവർത്തി കഴിയുമ്പോൾ എന്ത് ചെയ്തു, നമ്മൾ കറക്റ്റായിട്ട് ആ ലെവലിൽ തന്നെ നേരെ പോയി കഴിഞ്ഞാൽ ബാക്കിലോട്ട് ചെല്ലുമ്പോൾ വണ്ടി നേരെ നമുക്ക് കറക്റ്റായിട്ട് നിർത്താൻ പറ്റും. നമുക്ക് ആ 1/4 ഭാഗം കാണുന്നപ്പോൾ നമ്മൾ നിവർത്തുക. ഇപ്പോൾ ഈ മൊബൈൽ ഇപ്പം ഞാൻ തന്നെ പിടിച്ച് വണ്ടി ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഗ്ലാസ്സിൽ നിന്ന് സ്വല്പം 1/4 ഭാഗം കറക്റ്റായിട്ട് ആ ബോഡി നിൽക്കാത്തതൊക്കെ ഞാൻ തന്നെ കറക്റ്റായിട്ട് പിടിക്കണം. നിങ്ങൾക്ക് തന്നെ 1/4 ഭാഗം ആക്കിക്കൊണ്ട് കറക്റ്റായിട്ട് എന്നിട്ട് നിങ്ങൾക്ക് 1/4 ഭാഗം, അതായത് ഈ മിററിൻ്റെ ഈ ഒരു ഭാഗത്തായി കഴിയുമ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് കുറ്റി കണ്ടു കഴിയുമ്പോൾ, അതായത് ഇവിടെ തുടക്കത്തിലേ നിങ്ങൾ എന്ത് ചെയ്യരുതെന്ന് ഓർക്കരുത്. ഈ ഒരു 1/4 ഭാഗമായി കഴിയുമ്പോൾ ആ കുറ്റി ലാസ്റ്റ് ഈ 1/4 ഭാഗമായി കഴിയുമ്പോഴും നിങ്ങൾ നിവർത്തി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തന്നെ എടുക്കാൻ പറ്റും. ഞാൻ തന്നെ പിടിച്ചുകൊണ്ട് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി അനങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ വ്യത്യാസമായിട്ട് തോന്നുന്നത്. കണ്ടത് ഇത് മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിലെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കാവുന്നതാണ്. അതായത് നമുക്ക് ഒരുക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ഈ കുറ്റിക്ക് പുറത്തുനിന്ന് വേണം വണ്ടി എടുക്കാനും, അതുപോലെ തന്നെ അവിടെ ചെല്ലുമ്പോഴും അതുപോലെ തന്നെ കുറ്റിക്ക് വെളിയിൽ വേണം ഇറക്കിയിട്ട് വേണം നിങ്ങൾ കറക്റ്റായിട്ട് ഈ കുറ്റി നോക്കാൻ. കാരണം നമ്മൾ ആ ഒരു കണ്ണത്തിൻ്റെ സെൻറ്ററിലാണ് വണ്ടി കിടക്കുന്നതെങ്കിൽ നമ്മൾ ആ മിററിൽ കൂടെ നോക്കുമ്പോൾ ഇവിടുത്തെ കുറ്റിയായിരിക്കും കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ വണ്ടി കുറ്റിക്ക് പുറത്തിറക്കിയാൽ മാത്രമേ നമുക്ക് ആ കുറ്റി കാണത്തുള്ളൂ. കുറ്റിക്ക് പുറത്തിറങ്ങിയിട്ട് ആദ്യം കാണുന്ന കമ്പി ഏതാണോ, ആ മിററിൽ കൂടെ കാണുന്ന കമ്പിയാണ്, അവിടെ നിന്നാണ് നമുക്ക് തിരിയാനുള്ളത്. അല്ലാതെ നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ സെൻറ്ററിൽ കിടക്കുമ്പോൾ ഈ കുറ്റിയായിരിക്കും കാണുന്നത്. നിങ്ങൾ എന്ത് ചെയ്യും, ഈ കുറ്റി നോക്കി നിങ്ങൾ ഇങ്ങോട്ടേക്ക് പോരും. അപ്പോൾ അവിടെ നമ്മൾ തിരിയാതെ വരും. അപ്പോൾ നിങ്ങൾ ആ കുറ്റിക്ക് പുറത്തിറക്കിയാൽ മാത്രമേ നമുക്ക് ആ മിററിനകത്ത് ആ മൂല കാണാൻ പറ്റത്തുള്ളൂ, നമുക്ക് തിരിയാനും പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുന്നതാണ്. അപ്പോൾ നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.